ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബിലെ ഫസ്റ്റ് പ്രോഗ്രാം ആണ്. സിസ്റ്റം കോൾസ് ഓഫ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫോർക്ക്, എക്സിക്യൂട്ട്, ഗെറ്റ് പ്രോസസ് ഐ ഡി, എക്സിറ്റ്, വെയിറ്റ്, ക്ലോസ്, സ്റ്റാറ്റ്, ഓപ്പൺ ഡയറക്ടറി, റീഡ് ഡയറക്ടറി, ഇതൊക്കെയാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ സിസ്റ്റം കോൾസ്. So a simple C program that demonstrates the usage of the system calls. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ ചൈൽഡ് പ്രോസസ് യൂസിങ് ഫോർക്ക് ഫംഗ്ഷൻ. ഫോർക്ക് യൂസ് ചെയ്തിട്ട് പുതിയൊരു ചൈൽഡ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് പ്രോസസ് ലിസ്റ്റ് ദ കണ്ടന്റ്സ് ഓഫ് എ ഡയറക്ടറി യൂസിങ് ഓപ്പൺ ഡയറക്ടറി ആൻഡ് റീഡ് ഡയറക്ടറി. ഇനി പേരന്റ് പ്രോസസ് ചൈൽഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്? വെയിറ്റ് യൂസ് ചെയ്തിട്ടാണ്. Program retrieves and prints the processor ID of the current process using getPID. The child process terminates using exit function. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ .h. അപ്പോൾ ആ ഹെഡർ ഫയൽസ് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നു. പ്രിന്റ്എഫ് പോലെയുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റുഡിയോ .h. ഇനി ഹാഷ് ഇൻക്ലൂഡ് ഡയറക്ട് .h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ്സ് ഫംഗ്ഷൻസ് ഫോർ ഡയറക്ടറി ഓപ്പറേഷൻസ് ലൈക്ക് ഓപ്പൺ ഡയറക്ടറി ആൻഡ് റീഡ് ഡയറക്ടറി. ഓപ്പൺ ഡയറക്ടറി അല്ലെങ്കിൽ റീഡ് ഡയറക്ടറി പോലെയുള്ള ഡയറക്ടറി ഫംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് ഡയറക്ട് .h എന്ന് പറയുന്നത്. ഇനി ഹാഷ് ഇൻക്ലൂഡ് stdlib.h. അപ്പൊ ഇത് സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ്. എക്സിറ്റ്, മാലോക്ക് പോലെയുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഹാഷ് ഇൻക്ലൂഡ് സിസ്റ്റം ടൈപ്സ് .h. അത് ഡേറ്റ ടൈപ്സിനാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ സിസ്റ്റം കോൾസിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ടൈപ്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഹെഡർ ഫയലാണിത്. PID, പ്രോസസ് ഐ ഡി പോലെയുള്ള ഡേറ്റ ടൈപ്സിനെ അത് ഡിഫൈൻ ചെയ്യുന്നു. ഇനി ഹാഷ് ഇൻക്ലൂഡ് system/wait.h allows the parent process to wait for the child process using wait function. ഇനി ഹാഷ് ഇൻക്ലൂഡ് unistd.h. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് POSIX API ഫോർ സിസ്റ്റം കോൾസ് ലൈക്ക് ഫോർക്ക്, ഗെറ്റ് പ്രോസസ് ഐ ഡി പോലെയുള്ള ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സിസ്റ്റം കോൾസിന് ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ സ്ട്രിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫങ്ഷൻസ് ആണ്, സ്ട്രിങ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ fcntl.h ഫയൽ കൺട്രോൾ ഓപ്ഷൻ ആണ്. fcntl എന്ന് പറഞ്ഞാൽ ഫയൽ കൺട്രോൾ ഓപ്ഷൻസ് ആണ്. ഇനി ഇന്റ് മെയിൻ. അപ്പം ഇത് മെയിൻ ഫംഗ്ഷൻ ആണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ എൻട്രി പോയിന്റ് ആണ് ഇന്റ് മെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് PID, TPID. അപ്പൊ അതെന്താ, പ്രോസസ് ഐ ഡി വേരിയബിൾ ആണ്. അതൊരു എന്താ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുവാണ്. പ്രോസസ് ഐ ഡി എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിക്ലെയർ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർക്കിന്റെ റിട്ടേൺ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. അടുത്ത ഡയറക്ടറി ഹാൻഡ്ലിംഗ് വേരിയബിൾസ് ആണ്. അതുകൊണ്ടാണ് dir സ്റ്റാർ ഡ്രിപ്പ്, സ്ട്രക്ട് ഡയറന്റ് സ്റ്റാർ dptr, char ഡയറക്ടറി നെയിം, കറന്റ് ഡയറക്ടറി. dir സ്റ്റാർ dirp എന്ന് പറഞ്ഞാൽ അത് ആ ഒരു കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് പോയിന്റർ ആണ്. ഒരു ഓപ്പൺ ഡയറക്ടറിയെ റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റർ ആണ്. ഇനി സ്ട്രക്ട് ഡയറന്റ് സ്റ്റാർ dptr എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറിയിലെ എൻട്രീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ്. സ്ട്രക്ട് നമ്മൾ പോയിന്ററിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത char ഡയറക്ടറി നെയിം, അത് ഒരു സ്ട്രിങ് ആണ്. അതിനകത്ത് ഡയറക്ടറിയുടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഡയറക്ടറിയുടെ നെയിം ഉള്ള സ്ട്രിങ് ആണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. കറന്റ് ഡയറക്ടറിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇനി കറന്റ് പ്രോസസ് ഐഡിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് printf കറന്റ് പ്രോസസ് ഐ ഡി എന്നുള്ളത്. അപ്പൊ എന്തിനു വേണ്ടി കറന്റ് പ്രോസസ് ഐ ഡി നമ്മൾ എന്ത് ചെയ്യുന്നു, ഗെറ്റ് PID യൂസ് ചെയ്തിട്ട് എന്നിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ആണ് യൂസ് ചെയ്യുന്നത്. ഫോർക്ക് എ ന്യൂ പ്രോസസ്. PID is equal to fork എന്ന് വെച്ചാൽ ഒരു പുതിയ പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുവാണ് ഫംഗ്ഷൻ ആണ് ഫോർക്ക്. പിന്നെ എന്ത് ചെയ്യുന്നു, റിട്ടേൺ 0 to the child process, returns the child process ID to the parent process, returns -1 if the fork fails.
ഫോർക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, -1 റിട്ടേൺ ചെയ്യുന്നു. ഈ പ്രോസസ് ഐ ഡി എന്ന് പറയുന്നത് <0 ആണെങ്കിൽ പി എറർ ഫോർക്ക് ഫെയിൽഡ് എക്സിറ്റ് 1. ഈ ഫോർക്ക് എന്ന് പറയുന്നത് റിട്ടേൺസ് -1. ഇറ്റ് മീൻസ് ഫോർക്ക് ഫെയിൽഡ് ആൻഡ് ദ പ്രോഗ്രാം ടെർമിനേറ്റ്സ് വിത്ത് ആൻ എറർ മെസ്സേജ്. ഈ പ്രോസസ് ഐ ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് ഓഫ് ചൈൽഡ് പ്രോസസ്. പ്രോസസ് ഐ ഡി എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു, ചൈൽഡ് പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ചൈൽഡ് പ്രോസസ് എന്ത് ചെയ്യുന്നു, പ്രോസസ് ഐ ഡി യൂസ് ചെയ്ത് ഗെറ്റ് പ്രോസസ് ഐ ഡി യൂസ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. ഗെറ്റ് പ്രോസസ് ഐ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഡയറക്ടറി ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് dirp, that is drip is equal to open directory name. If drip is equal to null, the error ആയിരിക്കും unable to open directory. So open dir directory name attempts to open the directory specified by the directory name. അത് ഫെയിൽ ആവുകയാണെങ്കിൽ പി എറർ പ്രിന്റ് ചെയ്യുന്നത് എറർ മെസ്സേജ് ആണ്, ചൈൽഡ് പ്രോസസ് ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. ഇനി ഡയറക്ടറിയിലെ കണ്ടന്റ്സിനെ റീഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് അടുത്തത്. അതാണ് പ്രിന്റ് ഓഫ് കണ്ടന്റ്സ് ഓഫ് ദി ഡയറക്ടറി. ഇവിടെ നമ്മൾ വൈൽ ലൂപ്പ് ഐട്രേറ്റ് ചെയ്യുന്നു ഡയറക്ടറിയിലോട്ട്. എന്ത് യൂസ് ചെയ്തിട്ടാണ്, റീഡ് ഡയറക്ടറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ dptr dname കണ്ടെയ്ൻസ് ദ നെയിം ഓഫ് ദ ഫയൽ അല്ലെങ്കിൽ ഡയറക്ടറി. ഡയറക്ടറി ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്ലോസ് ഡയറക്ടറി. ഡ്രിപ്പ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത് ചൈൽഡ് പ്രോസസ്സിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിറ്റ് 0. ദ ചൈൽഡ് പ്രോസസ് ടെർമിനേറ്റ്സ് വിത്ത് ആൻ എക്സിറ്റ് സ്റ്റാറ്റസ് ഓഫ് 0. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ സക്സസ് ആണ്, കാരണം ചൈൽഡ് പ്രോസസ് സക്സസ്ഫുള്ളി ടെർമിനേറ്റ് ആയി. അടുത്ത എന്താ, പേരന്റ് പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ ആണ്. എൽസ് പ്രിന്റ് പേരന്റ് പ്രോസസ് ഐ ഡി ഗെറ്റ് PID. എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ് ബൈ ദ പേരന്റ് പ്രോസസ്. പേരന്റ് പ്രിന്റ്സ് ഇറ്റ്സ് പ്രോസസ് ID PID. പിന്നെ വെയിറ്റ് ഫോർ ചൈൽഡ് ടു കംപ്ലീറ്റ്. അതിനാണ് വെയിറ്റ് നൾ. പ്രിന്റ് ചൈൽഡ് പ്രോസസ് ടെർമിനേറ്റഡ്, പേരന്റ് പ്രോസസ് എക്സിറ്റിംഗ്. അപ്പൊ വെയിറ്റ് നൾ കോസസ് ദ പേരന്റ് പ്രോസസ് ടു വെയിറ്റ് അണ്ടിൽ ദ ചൈൽഡ് പ്രോസസ് കംപ്ലീറ്റ്. ചൈൽഡ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ പേരന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. ചൈൽഡ് ടെർമിനേറ്റ് ചെയ്ത ശേഷം പേരന്റ് എന്ത് ചെയ്യുന്നു, മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു, എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നു. പിന്നെ റിട്ടേൺ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കുന്നത്. പ്രോഗ്രാം റിട്ടേൺ 0 ഇൻഡിക്കേറ്റിംഗ് സക്സസ്ഫുൾ എക്സിക്യൂഷൻ. ഇനി നമുക്ക് എന്താ, പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, GCC -o പ്രോസസ് എക്സാമ്പിൾ പ്രോസസ്സിന് നമ്മൾ പേര് കൊടുത്തു example.c. പ്രോസസ് റൺ ചെയ്യാനുള്ള കോഡാണ്. പ്രോസസ്സിന്റെ /. എന്നാണ് നമ്മൾ പേര് കൊടുത്തേക്കുന്നത് അത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ത് കിട്ടും, നമ്മൾ കറണ്ട് പ്രോസസ് ഐ ഡി നമുക്ക് 1 2 3 4 5 കിട്ടി, പേരന്റ് പ്രോസസ് ഐ ഡിയും കിട്ടി, ചൈൽഡ് പ്രോസസ് ഐ ഡി കിട്ടി, ഡയറക്ടറിയിലെ കണ്ടന്റ്സ് കിട്ടി, file1.txt file2.txt. സോ ചൈൽഡ് പ്രോസസ് ടെർമിനേറ്റഡ്, പേരന്റ് പ്രോസസ് എക്സിറ്റ്. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങനെയാ വരുന്നത്, പേരന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ആൻഡ് ക്രിയേറ്റ് എ ചൈൽഡ് പ്രോസസ്. പേരന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് പ്രോസസ് എന്ത് ചെയ്യുന്നു, ലിസ്റ്റ് ഡയറക്ടറി കണ്ടന്റ്സ് ആണ്, ഡയറക്ടറിയുടെ കണ്ടന്റ്സ് ലിസ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നു. പേരന്റ് പ്രോസസ് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ചൈൽഡ് ഫിനിഷ് ചെയ്ത് എക്സിറ്റ് ആവുന്നവരെ പേരന്റ് പ്രോസസ് വെയിറ്റ് ചെയ്യുന്നു. ഇനി ഇതാണ് ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ ഫ്ലോ എന്ന് പറയുന്നത്. പേരന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്ത് ചൈൽഡ് പ്രോസസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ചൈൽഡ് പ്രോസസ് ഡയറക്ടറിയിലെ കണ്ടന്റ്സിനെ ലിസ്റ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യുന്നു. പേരന്റ് പ്രോസസ് എന്ത് ചെയ്യുന്നു, ചൈൽഡിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് എക്സിറ്റ് ചെയ്യുന്നു. So this program showcases how to work with the processes in Linux, handle directories, and use various system calls to interact with the operating system. Thank you.